നമസ്കാരം. കൊടുങ്ങല്ലൂരിൽ രാഷ്ട്രീയ അട്ടിമറി നടക്കുമെന്നാണ് മൂന്ന് മുന്നണിയിലെയും നേതാക്കൾ ഇപ്പോൾ പരസ്യമായി തന്നെ ചർച്ച ചെയ്യുന്നത്. ബി.ജെ.പിക്ക് ശക്തമായ വേരോട്ടമുള്ള കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറായി നിന്നിരുന്ന ഗോപാലകൃഷ്ണനെ മാറ്റി ആരുമറിയാത്ത 2020 സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് വലിയ കച്ചവടത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. താമര ചിഹ്നത്തിൽ ഒരു മത്സരം നടന്നിരുന്നുവെങ്കിൽ കൊടുങ്ങല്ലൂർ സീറ്റ് അനായാസേനെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നായിരുന്നു ബി.ജെ.പി പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വരും എന്ന് കണ്ടതോടെ സ്ഥാനാർത്ഥിക്കുപ്പായം തുന്നി സ്വപ്നം കണ്ട് നടന്നിരുന്ന പ്രാദേശിക നേതാവ് ശ്രീകുമാർ അതിനെ അട്ടിമറിച്ചുവെന്നാണ് ബി.ജെ.പി പ്രവർത്തകർ വിശ്വസിക്കുന്നത്. ശ്രീകുമാറിനോട് പരക്കെ പ്രവർത്തകരിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പാർട്ടി എന്ന നിലയിൽ ഒറ്റക്കെട്ടായി പോകുവാൻ എല്ലാവരും ശ്രമിച്ചു നടന്നിരുന്ന കാലമാണ്. 2021 തെരഞ്ഞെടുപ്പിലും താമര ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും കിട്ടാവുന്ന സൗജന്യങ്ങൾ കൈനീട്ടി വാങ്ങി എന്നാണ് ശ്രീകുമാറിനെ പറ്റി പൊതുവെയുള്ള അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചിരുന്ന കൊടുങ്ങല്ലൂർ നിവാസികൾക്ക് ഇരുട്ടടി പോലെയാണ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനം വന്നത്. 2020യുമായി കച്ചവടം ഉറപ്പിച്ച് ആരോ ഈ സീറ്റും വിറ്റു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 2020 സ്ഥാനാർത്ഥി 10,000 തികച്ചു പിടിച്ചാൽ അത് മഹാത്ഭുതങ്ങളിൽ ഒന്നായി മാറും എന്ന് പറയുന്നവരുമുണ്ട്. കുറെ അധികം ബി.ജെ.പി അംഗങ്ങളെങ്കിലും തങ്ങളുടെ എതിർപ്പ് നോട്ടയിൽ കുത്തി അവസാനിപ്പിച്ചു എന്നാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഈഴവ സമുദായത്തിന് മുൻതൂക്കമുള്ള കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഒരു നാട്ടുകാരനായ ഈഴവ യുവാവിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്നാണ് ജനം വിശ്വസിക്കുന്നത്. എങ്കിലും ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പാർട്ടിക്കാർ എല്ലാം അത്യാഹ്ലാദത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത സ്വീകരിച്ചത്. എന്നാൽ സീറ്റ് വിറ്റു എന്നറിഞ്ഞപ്പോൾ പാർട്ടി പ്രവർത്തകർ എല്ലാം നിരാശരായി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ 900 വോട്ടുകളാണുള്ളത്. അതിൽ 600ഓളം വോട്ടുകൾ ബി.ജെ.പിക്ക് സ്വന്തമാണ്. എന്നാൽ ആ ബൂത്തിൽ പോൾ ചെയ്തത് 700-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. ബി.ജെ.പി പ്രവർത്തകരുടെ നിസ്സഹകരണം തന്നെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ഈ രീതിയിൽ തുടർന്നാൽ കൊടുങ്ങല്ലൂർ മണ്ഡലം ഒരിക്കലും എൻ.ഡി.എക്ക് ലഭിക്കുന്ന പ്രശ്നമില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഏതായാലും കേരളത്തിൽ മൊത്തം ബി.ജെ.പി കൃത്യം നായകന്മാരില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അതുതന്നെയാണ് കൊടുങ്ങല്ലൂരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 5 മുതൽ 10 വരെ സീറ്റ് ബി.ജെ.പി കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അതിന് മെയ് മാസം 4 വരെയേ ആയുസ്സുണ്ടാവുകയുള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ വിജയിക്കുന്നതൊഴിച്ചാൽ ബി.ജെ.പിയിൽ മറ്റാരെങ്കിലും നിയമസഭ കാണുകയില്ല എന്നു തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ജനങ്ങളുമായി അടുത്ത ഇടപെടൽ ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവരെ സംസ്ഥാന നേതൃത്വം ഏൽപ്പിച്ചപ്പോൾ തന്നെ ബി.ജെ.പി പരാജയ സൂചന നൽകി കഴിഞ്ഞിരുന്നു. ബി.ജെ.പിക്ക് വേണ്ടത് ജനങ്ങളുമായി ഇടപെടുന്ന ഒരു നേതൃത്വത്തെയാണ്. മുഖചിത്രം പതിച്ച് മാത്രം ഓഫീസിനുള്ളിൽ കയറി കാണേണ്ട ഗതികേട് കേരളത്തിലെ ഒരു സാധാരണക്കാരനുമില്ല. രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ അതിന് ജനം ശശി തരൂരിന് ഒപ്പം കാണുന്നത് പാർലമെന്റ് അംഗത്തെ ഇവിടെ വലിയ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പറായോ കോർപ്പറേഷൻ കൗൺസിലറായോ എം.എൽ.എ ആയോ ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ 24 മണിക്കൂറും ജനങ്ങളുമായി ഇടപെടുവാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ അതിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ. ശിവൻകുട്ടി അണ്ണ എന്ന് വിളിച്ചുകൊണ്ട് ആർക്കും ഏത് സമയത്തും ശിവൻകുട്ടിയുടെ കിടപ്പറയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ശിവൻകുട്ടി എന്നും ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നതും വിജയിക്കുന്നതും. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു പൂർണ്ണ പരാജയമാണെന്ന് കേന്ദ്ര നേതൃത്വത്തെ ആര് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രധാന ചർച്ചാ വിഷയം.